ഇവരുടെയൊക്കെ വിചാരം എന്താന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ സെക്യുലർ, നമ്മൾ എന്താണ് ഈ പൊതുധാരയിൽ ലയിച്ച നല്ല കുട്ടികളായി മാറാൻ കഴിയും. അങ്ങനെ പൊതുസമൂഹത്തിന്റെ, സെക്യുലർ സമൂഹത്തിന്റെ, മാതൃഭൂമിയുടെയും മനോരമയുടെയും ഒക്കെ നല്ല കുട്ടികളായി ചമയാൻ കഴിയും എന്ന ആർത്തിയിലാണ്, എന്ന വിശ്വാസത്തിലാണ് ഇവർ പണിയെടുക്കുന്നത്. ഞാൻ പറയുന്നു, അങ്ങനെ ആകാൻ കഴിയും, നല്ല കുട്ടികളായി മാറാൻ കഴിയും, കുറെ സൗകര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ അത് കുറച്ചു കാലം. ഇപ്പൊ നമ്മളെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുക. PDP, ജമാഅത്ത് ഇസ്ലാമി, അങ്ങനെ സമാധാനകാംക്ഷികളായ മുസ്ലിം ലീഗ് ഒഴികെയുള്ള ഈ നേതാക്കൾ ഒഴികെയുള്ള ആളുകളൊക്കെ ടാർഗറ്റ് ചെയ്ത് ഞാൻ പറയുന്നു, സുഹൃത്തുക്കളെ, നിങ്ങളെക്കാൾ സെക്യുലറായിട്ടുള്ള, നിങ്ങളെക്കാൾ പൊതുധാരയിൽ അങ്ങ് ലയിച്ചു ചേർന്ന ഒരുപാട് ആളുകളുടെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കഴിഞ്ഞ ഈ നവംബറിൽ നമ്മുടെ മുംബൈ ആക്രമണത്തിന്റെ വാർഷിക ദിനത്തിൽ ഒരു സിനിമ ഇറങ്ങി, ഖുർബാൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഇറങ്ങി. നായകൻ സെയ്ഫ് അലി ഖാൻ, നായിക കരീന കപൂർ. ആ സിനിമ റിലീസായ ദിവസം NDTV-യിൽ അവർ രണ്ടുപേരെ ഇരുത്തിയിട്ടുള്ള ബർഖാദത്തിന്റെ വിശദമായൊരു ഇന്റർവ്യൂ ഉണ്ട്. ഞാൻ മുഴുവൻ കണ്ടതാ. സെയ്ഫ് അലി ഖാൻ ആരാന്നറിയുമോ? ഇത് ബോളിവുഡിലെ പ്രശസ്തനായ നടൻ. നവാബ് അലി ഖാൻ പട്ടോഡി, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായിട്ടുള്ള നവാബ് അലി ഖാൻ പട്ടോഡിയുടെയും ഷർമിള ടാഗോറിന്റെയും മകൻ. ഷർമിള ടാഗോർ ഏതാ? ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും പ്രതിഭ, മഹാപ്രതിഭ. ടാഗോറിന്റെ, രവീന്ദ്രനാഥ് ടാഗോറിന്റെ അടുത്ത ബന്ധു. നവാബ് അലി ഖാൻ പട്ടോഡി ഷർമിള ടാഗോറാണ് കല്യാണം കഴിച്ചത്. മനോരമയുടെ ഭാഷയപ്പെടുന്ന ലവ് ജിഹാദ്. ആ ദമ്പതികളുടെ മകനാണ് സെയ്ഫ് അലി ഖാൻ. സെയ്ഫ് അലി ഖാനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. സെയ്ഫ് അലി ഖാൻ മുമ്പ് കല്യാണം കഴിച്ചു അമൃത സിംഗ്, ബോളിവുഡിലെ തന്നെ നടിയായിട്ടുള്ള അമൃത സിംഗിനെ. ഈ ബോളിവുഡിൽ ഇമാതിരി ഒരുപാട് കഥകൾ, നിങ്ങൾ ഒരു പുസ്തകം എഴുതാൻ മാത്രമുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് തരാം ഇത്തരം വിഷയങ്ങളിൽ. അമൃത സിംഗിനെ കല്യാണം കഴിച്ച അതിൽ 2 കുട്ടികളുണ്ട്. അവരെ ഒഴിവാക്കിയതിനു ശേഷം ഇപ്പോൾ ഡേറ്റിംഗ് നടത്തുകയാണ് കരീന കപൂറുമായിട്ട്. കരീന കപൂറാണ് ഇപ്പോൾ അയാളുടെ കാമുകി. അവരൊന്നിച്ചാണ് താമസം. അത് ഇങ്ങനെ ഒളിച്ചു വെച്ചിട്ടുള്ള ഇതൊന്നും ഉണ്ണിത്തന്നമായിട്ടുള്ള പരിപാടിയല്ല, വളരെ ഇതായിട്ടുള്ള ഇതാണ്. അപ്പം ഞാൻ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, സെയ്ഫ് അലി ഖാൻ നമ്മുടെ MK മുനീറിനേക്കാളും കെ ഷാജിയേക്കാളും ഒക്കെ സെക്യുലർ മൊഞ്ചുള്ള മനുഷ്യനാണ്. ആ സെയ്ഫ് അലി ഖാൻ NDTV-യിലെ ആ അഭിമുഖത്തിൽ, ഖുർബാൻ എന്ന സിനിമ റിലീസായ സന്ദർഭത്തിൽ നടന്ന അഭിമുഖത്തിൽ, അപ്പുറത്ത് കരീന കപൂറിനെ ഇരുത്തിയിട്ട് ബർഖാദത്തിനോട് പറയുകയാ, ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് ഞാൻ പലപ്പോഴും ഭയപ്പെടുന്നു. ജുഹു എന്ന് പറഞ്ഞാൽ മുംബൈയിലെ സമ്പന്നർ താമസിക്കുന്ന സ്ഥലം. ജുഹുവിൽ ഒരു ഫ്ലാറ്റ് കിട്ടാൻ എനിക്ക് സാധിച്ചില്ല. ഇതിങ്ങനെ പറയുമ്പോൾ ബർഖ ചോദിക്കുന്നുണ്ട്, സെയ്ഫ് ആർ യു സീരിയസ്? സെയ്ഫ് പിന്നെ മറുപടി പറഞ്ഞിട്ടില്ല. പിന്നെ കരീനയാണ് മറുപടി പറഞ്ഞത്. സെയ്ഫിന്റെ കാമുകി, പേര് സെയ്ഫ് എന്നാണെങ്കിലും സെയ്ഫിന്റെ കാമുകിയായിരിക്കുന്നത് ഒട്ടും സെയ്ഫ് അല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്ന അർത്ഥത്തിൽ. ഇവർ പറയുന്ന സ്വഭാവത്തിൽ എല്ലാ നിലക്കും പൊതുധാരയിലങ്ങ് ലയിച്ചു ചേർന്നിട്ടുള്ള, സെയ്ഫ് അലി ഖാനെ പോലും സംശയിക്കുന്ന തരത്തിൽ, സെയ്ഫ് അലി ഖാന് പോലും ഒരു വീട് ലഭിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഉത്തരേന്ത്യൻ നഗരങ്ങളെ മാറ്റിക്കഴിഞ്ഞു. അങ്ങനെ ഒരു അവസ്ഥ വന്ന ഷാജി ഞാൻ മതേതരനാണ് എന്ന് പറഞ്ഞു പോയാൽ നടക്കൂല എന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ഷബാന ആസ്മി അറിയാം നിങ്ങൾക്ക്? ഷബാന ആസ്മി ആരാ? ഇന്ത്യൻ സിനിമ കണ്ടതിൽ ഏറ്റവും പ്രതിഭാശാലിയായിട്ടുള്ള നടി. 1 തവണ ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട്. ആരുടെ മകളാണെന്നറിയോ? കെയ്ഫ് ആസ്മിയുടെ മകൾ. കെയ്ഫ് ആസ്മി ആരാ? ഇന്ത്യൻ ഉറുദു സാഹിത്യത്തെ, ഇന്ത്യൻ കവിതയെ ലോകതലത്തിൽ ഉയർത്തിയ മഹാനായ കവി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ CPI-യുടെ സമുന്നതനായ നേതാവായിരുന്ന കെയ്ഫ് ആസ്മിയുടെ പ്രിയപ്പെട്ട മകളാണ് ഷബാന ആസ്മി. ഷബാന ആസ്മി കഴിഞ്ഞ വർഷം CNN-IBN ചാനലിൽ കെരൻ താപ്പറുമായിട്ട് നടത്തിയ അഭിമുഖം, ഇന്ത്യൻ ടെലിവിഷൻ പരിപാടികളിലെ ഏറ്റവും മികച്ച പരിപാടി എന്ന് പറയാവുന്ന കെരൻ താപ്പറുടെ ഓൺ ദ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്ന പരിപാടിയിൽ കെരൻ താപ്പർ
ഷബാന ആസ്മി നടത്തിയ പരാമർശം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് വീട് കിട്ടുന്നില്ല. ആരാ പറഞ്ഞത്? ഷബാന ആസ്മി. ഒന്നിലേറെ തവണ ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ള വളരെ പ്രതിഭാശാലിയായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകയായിട്ടുള്ള സിനിമാ നടി ഷബാന ആസ്മിക്ക് പോലും വീട് കിട്ടാത്ത അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ അങ്ങനെ ഒരു അവസ്ഥ കേരളത്തിൽ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നവർ അടുത്ത ഘട്ടത്തിൽ ഈ കൽപ്പറ്റയിൽ പ്രസംഗിച്ച ആളെ മാത്രം വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. ഈ അവസ്ഥ കേരളത്തിൽ സൃഷ്ടിക്കുവാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരോടൊപ്പം ചേർന്ന് തുഴയുന്ന ആളുകൾ കാര്യഗൗരവത്തോടുകൂടി ആലോചിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് ഈ സമുദായത്തെ തകർക്കുന്നതിന്, ഒറ്റിക്കൊടുക്കുന്നതിന് തുല്യമാണ്. ഈ സമൂഹത്തെ ശിഥിലീകരിക്കുന്നതിന് തുല്യമാണ്. സംഘ് പരിവാറിന്റെയും RSSന്റെയും മൊസാദിന്റെയും അജണ്ടകൾ എടുത്ത് കളിക്കുന്നതിന് തുല്യമാണ് എന്നാണ് അവർ ഓർമ്മിപ്പിക്കുന്നത്.